ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോഗ്രാം ഉണ്ടാവും. ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, റിഫൈൻഡ് ഓയിലായിരിക്കണം. പിന്നെ ഇതിലോട്ടേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തതിന് ശേഷം ഈ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ചൂടുവെള്ളം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മാവ് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ സാധിക്കും. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി അഥവാ ആട്ട ഉപയോഗിച്ചിട്ടും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ മൈദയല്ല യൂസ് ചെയ്യുന്നത്. ആ ഒരു ഇതിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കുഴച്ചെടുത്ത മാവിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നേരം അടച്ചു വെക്കാം. കണ്ടില്ലേ, ചൂടുവെള്ളത്തിൽ കുഴച്ചത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് മാവ് ഇരിക്കുന്നത്. ഇനി ഈ കുഴച്ചെടുത്ത മാവ് ഞാനൊരു കൗണ്ടർ ടോപ്പിലോട്ടേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഈ റോൾ ചെയ്തെടുത്ത മാവ് നമുക്ക് ഈക്വൽ പോർഷനായിട്ട് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര തിക്നെസ്സാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ യൂഷ്വലി പൊറോട്ടയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം കുഴച്ച് അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മണിക്കൂറുകളോളം മാറ്റി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നാലും ടേസ്റ്റിന് ഒട്ടും കുറവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഓരോ പോർഷനും എടുത്തിട്ട് ഇതുപോലെ ബോൾ രൂപത്തിലാക്കി എടുക്കാം. ഞാൻ കൗണ്ടർ ടോപ്പിലോട്ടേക്ക് കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്ന് ഓരോ ഉരുളകൾ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നില്ലേ, അതേപോലെ നല്ല രീതിയിൽ തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് മൈദ അല്ലാണ്ട് ആട്ട ഉപയോഗിച്ചിട്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പം മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആട്ട യൂസ് ചെയ്താലും ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഇതുപോലെ മൈദയാകുമ്പോൾ നമുക്ക് കുറച്ച് പണിയാണല്ലോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ചൂടുവെള്ളം യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മാവ് ഞാൻ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരിക്കലും ഇതിൽ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മൈദമാവ് ഞാൻ തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് താഴ്ന്ന മുകളിലോട്ടേക്ക് ഇങ്ങനെ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ റോൾ ചെയ്ത് വെച്ചതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ചുകൂടി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. വളരെ ഫാസ്റ്റായിട്ട് നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എല്ലാ മാവും ഇതുപോലെ പരത്തി റോൾ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഈ റോൾ ചെയ്ത് മാറ്റി വെച്ചതെന്ന് ഒരു ഉരുള എടുത്തിട്ട് വീണ്ടും നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കരുത്. കുറച്ച് തിക്നെസ്സിൽ നമ്മുടെ പൊറോട്ടയൊക്കെ ഇരിക്കില്ലേ, ആ ഒരു തിക്നെസ്സിൽ നമ്മൾ പരത്തിയെടുക്കാം. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ചെയ്യരുത്. ഒരു ഭാഗം തന്നെ കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ അതിനിടയിൽ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. കുറച്ച് ബട്ടർ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒരു തവ വെച്ച് ചൂടാക്കി അതിലോട്ടേക്ക് ഈ മല്ലിയിലയും ബട്ടറും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട ഉണ്ടല്ലോ അത് എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ടും ഈ ബട്ടറും മല്ലിയിലയും ചേർന്നിട്ടുള്ള മിക്സ് ഒന്നുകൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊന്തി വരും, കണ്ടില്ലേ. ഇതുപോലെ വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഒരു 3 എണ്ണമെങ്കിൽ ചുട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ വീണ്ടും കൗണ്ടർ ടോപ്പിലോട്ടേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാസറോളിലോട്ടേക്ക് മാറ്റി വെക്കുക. ഒരു 3 എണ്ണമൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ അടിച്ചെടുക്കുക. ഇപ്പം നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാനോ ഒന്നും മാറ്റി വെക്കാണ്ട്
കുഴച്ച് ഓൺ ദ സ്പോട്ടിലായിട്ട് നമ്മൾ ചെയ്തെടുത്ത ഐറ്റമാണ്. പക്ഷേ ഇത് കഴിച്ചാൽ ആരും പറയില്ല നമ്മളിങ്ങനെ ചെയ്തു വെച്ചതാണെന്നുള്ളത്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും വീണ്ടും വീണ്ടും ഇതന്നെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.